വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. 3-ാം അധ്യായം മുഴുവനായിട്ടുള്ള വചനഭാഗം. അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുക: ജോർദാൻ കടക്കുന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ ജനം ജോർദാൻ നദി കടന്ന് കാനാൻ ദേശത്തേക്ക് എത്തുന്ന വചനഭാഗമാണ് നാം ഇവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മെ 5 വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വഴികളിൽ അവിടെ എന്താണ്, ഏത് സ്ഥലമാണ്, ആരെയാണ് ഞാൻ അഭിമുഖീകരിക്കേണ്ടത്, എവിടേക്കൊക്കെയാണ് ഞാൻ പോകേണ്ടത്, ഏതൊക്കെ പ്രതിസന്ധികളാണ് എൻ്റെ മുൻപിലെന്ന് എനിക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മുൻകൂട്ടി കാണാനും എനിക്ക് പറ്റില്ല. എൻ്റെ കൊച്ചു ബുദ്ധിക്കകത്ത് മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ വഴികളിൽ നാളെ എനിക്ക് എന്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ജോഷുവ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ജോഷുവ പ്രവാചകൻ, അല്ലെങ്കിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ, ജോഷുവ നേതാവിൻ്റെ നേതൃത്വത്തിൽ ദൈവജനം കാനാൻ ദേശത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. കാനാൻ ദേശത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ അവർ കടന്നു വരുമ്പോൾ വചനം വായിക്കുകയാണ്. 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിലും കൂടെ ശിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കര എത്തി. കാനാൻ ദേശത്തേക്ക് കടക്കണമെങ്കിൽ ഈ ജോർദാൻ നദി കടന്നേ പറ്റൂ. ഒരു വലിയ പ്രതിസന്ധി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ജോഷുവ കാണുകയാണ്. ജോഷുവയെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു കാര്യമല്ല. 2 ബില്യൺ ദൈവജനം തൻ്റെ കൂടെയുണ്ട്. 1 മൈലല്ല, 10 മൈൽ വീതിയിലാണ് ജോർദാൻ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. അതുമാത്രവുമല്ല, ജോർദാൻ നദിക്കൊരു പ്രത്യേകതയുണ്ട്. തണുപ്പ് കാലം ആയതിനാൽ, ലെബനോൻ കുന്നുകളിൽ മഞ്ഞുകൾ പെയ്ത് വീഴുന്നതിനാൽ, മഞ്ഞുകൾ പെയ്ത് ഉരുകി വീഴുന്ന മഞ്ഞുകൾ ജോർദാൻ നദിയിലേക്ക് വീണ്ടും വീണ്ടും ഒഴുകി വരുന്നതിനാൽ പതിവിലേറെ ഈ നാളുകളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന 10 മൈൽ വീതിയുള്ള ജോർദാൻ നദിയിൽ ജോഷുവ തനിച്ചല്ല കടന്നു പോകേണ്ടത്. അക്കരെ എത്തണമെങ്കിൽ ജോഷുവയ്ക്ക് 2 ബില്യൺ ആളുകളെ കൂടെ കൊണ്ടുപോകണം. സ്വയം സേഫ്റ്റി മാത്രമല്ല, ഇവരുടെ സേഫ്റ്റിയും കണക്കിലാക്കണം. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ഈ ജോഷുവയെ പോലെയാണ്. ദൈവം ദാനമായി നൽകുന്ന തൻ്റെ മക്കളെ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പേരൻസിനെ, കുടുംബത്തെ അക്കരെ എത്തിക്കാൻ, ലക്ഷ്യത്തിലേക്ക്, ഫലസമൃദ്ധിയുള്ള കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, ഒരു ഫ്യൂച്ചറിലേക്ക്, ഒരു നല്ല ജീവിതത്തിലേക്ക് കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ ചേർത്ത് വയ്ക്കാൻ ഇന്ന് ഓരോ കുടുംബനാഥനും ഒരു കുടുംബനാഥയും ഏറ്റെടുക്കുന്ന ജോലി ഈ ജോഷുവയെ പോലെയാണ്. അത് ചെറുതല്ല, അത് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഒരു കുടുംബനാഥൻ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ദൗത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കണം, അതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിച്ചു വെക്കുക. ജോഷുവ ചെയ്ത 5 കാര്യങ്ങൾ. ജോഷുവ ചെയ്ത 5 കാര്യങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ മുന്നോട്ടുള്ള വഴികളിൽ ഏറെ സുഗമമായ രീതിയിൽ ജോർദാൻ നദി പോലുള്ള പ്രതിസന്ധികളെ മുറിച്ചു കിടക്കാൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. 2-ാമത്തെ വചനം നാം കാണും. മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരം പിടിച്ചു. ഷിത്തിമിൽ നിന്ന് എത്തിച്ചേർന്ന് ജോർദാൻ നദിക്കര നിൽക്കുകയാണ്. ഈ മറുകര കടന്നേ പറ്റൂ. മറുകര കടക്കണമെങ്കിൽ സാധാരണ രീതിയിൽ ഒരു പാലം പണിത് കടന്നു പോകാൻ പറ്റില്ല. അതുമാത്രവുമല്ല, മഞ്ഞുകാലം തീരും വരെ വെയിറ്റ് ചെയ്താൽ ഏറെ താമസിക്കും ലക്ഷ്യത്തിലെത്താൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഈ വിഷയം മൊത്തം പഠിച്ചു തീർന്നിട്ടില്ല, അടുത്ത വർഷം എഴുതാമെന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഞാൻ ഒരിക്കൽ കൂടി പഠിച്ചിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 1 വർഷം നഷ്ടപ്പെടുന്നു. വെയിറ്റ് ചെയ്യാൻ, കാത്തിരിക്കാൻ സമയമില്ല. അങ്ങനെ കാത്തിരുന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പാതകളിൽ, ഫ്യൂച്ചറിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വീണ്ടും അവൻ താമസിക്കുകയാണ്. അത് തന്നെയാണ് ജോഷുവ പറയുക. സൗകര്യം പാർത്ത് അവൻ കാത്തിരിക്കുകയാണ്. 3 ദിവസം
3 ദിവസങ്ങൾ അവൻ കാത്തിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ഷിത്തിമിലെത്തി കൂടാരമടിച്ച് 3 ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്ന കാര്യം അതിരാവിലെ എഴുന്നേറ്റു എന്നതാണ്. ഓരോ കുടുംബനാഥയും അതിരാവിലെ എഴുന്നേൽക്കണം. എന്തിനെന്നോ, അതിരാവിലെ എഴുന്നേറ്റ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കൃപ ചോദിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. ജോഷുവയെക്കുറിച്ച് വചനം പറഞ്ഞു വയ്ക്കും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണും. എപ്പോഴും മോശ സമാഗമ കൂടാരത്തിനുള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു പോകും. പ്രാർത്ഥിക്കാൻ കടന്നുപോയി കൂടാരത്തിൻ്റെ അകത്ത് കയറി മോശ പ്രാർത്ഥിച്ചിട്ട് മോശ പുറത്തേക്ക് പോരും. മോശ പുറത്തേക്ക് പോന്നാലും ഒരാൾ പുറത്തേക്ക് പോകാതെ അവിടെ കാത്തിരിക്കും. അതാണ് വചനം. പുറപ്പാട് 33 വചനം, 33 അധ്യായം 11 വചനത്തിൽ നാം ഇങ്ങനെ കാണും. സ്നേഹത്തിനോട് എന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. കൂടാരത്തെ വിട്ടുപോകാതെ ദൈവ സാന്നിധ്യം ചങ്കോടടുക്കി പിടിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ, ഒരു കുടുംബനാഥന് മാത്രമേ, ഒരു കുടുംബനാഥയ്ക്ക് മാത്രമേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തൻ്റെ കുടുംബത്തെ വലിയ ഫ്യൂച്ചറിലേക്ക്, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വചനം നമ്മെ ആദ്യം പഠിപ്പിക്കുകയാണ്. ജോഷുവയെ പോലെ ഒന്നാമത്തെ കാര്യം, ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും തമ്പുരാൻ്റെ സന്നിധിയിൽ അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തണം. വീണ്ടും വചനം പറയുക, 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ. ഇതിനിടയിൽ ഒരു കാര്യം നടന്നിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം ജോഷുവ എന്ന് പറയുന്ന വ്യക്തി ദൈവസന്നിധിയിൽ അതിരാവിലെ മുട്ടുകുത്തി. അവൻ അറിഞ്ഞുകൂടാ എങ്ങനെ ഈ കര കവിഞ്ഞൊഴുകുന്ന നദി കടന്നു പോകും. കാരണം അവൻ കണ്ടിട്ടില്ല, ചെങ്കടൽ 2ആയി മുറിഞ്ഞത് അവൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേയുള്ളൂ. അന്ന് വടി നീട്ടിയ മോശ തങ്ങളുടെ കൂടെയില്ല. പിന്നെ എന്തു ചെയ്യണം? വലിയൊരു പ്രതിസന്ധിയുമായി ജോഷുവ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 3 വചനത്തിൽ കാണും, പ്രമാണികൾ ലേവ്യ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, വാഗ്ദാന പേടകം സംവഹിക്കണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ജോഷുവ എന്ന് പറയുന്ന വ്യക്തി അതിരാവിലെ തമ്പുരാൻ തന്നിൽ മുട്ടുകുത്തിയപ്പോൾ അവൻ്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ നിരക്കാത്ത അതിനപ്പുറത്തേക്കൊരു രഹസ്യം ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നിൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും പ്ലാനിനും അപ്പുറത്ത് ഒരു രഹസ്യം നിനക്ക് വെളിപ്പെടുത്തും. നീ അത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യണം, മറ്റുള്ളവരുമായി ആലോചന ചോദിക്കണം. അതാണ് 2ാമത്തെ കാര്യം. 1ാമത്തെ കാര്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക എന്നതാണ് എങ്കിൽ, 2ാമത്തെ കാര്യം നീ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരുമായി ആലോചന ചോദിക്കുക എന്നതാണ്. കുടുംബത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ, എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥയിൽ, വിവാഹബന്ധം മുറിയാറായി നിൽക്കുന്ന അവസ്ഥയിൽ നീ തമ്പുരാൻ്റെ മുമ്പിൽ ആദ്യം പോയി മുട്ടുകുത്തുമ്പോൾ ദൈവം നിൻ്റെ ചെവികളിൽ മന്ത്രിക്കുന്ന, നിൻ്റെ മനസ്സിൽ തോന്നുന്ന ദൈവിക പ്രേരണകളുമായി നീ പോകണം. ദൈവത്തിൻ്റെ വിശുദ്ധരായ വ്യക്തികളുടെ അടുക്കലേക്ക്, യഥാർത്ഥ നേതാക്കന്മാരുടെ അടുക്കലേക്ക്, ആത്മീയ ഉപദേശങ്ങൾ നടക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് നീ പോകണം. ജോഷുവ ചെയ്തതും അത് തന്നെയാണ്. പ്രമാണികളോട് അവൻ സംസാരിച്ചു. പ്രമാണികൾ പാളയത്തിലുള്ള ജനത്തോട് സംസാരിച്ചു, ദൈവ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ. 4ാമത്തെ വചനം നമ്മുടെ മനസ്സിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു വചനമാണ്. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ജനത്തോട് പറയുകയാണ്, ഈ ജോർദാൻ നദി ഇതുവരെ നമ്മൾ കടന്നിട്ടില്ല, നമുക്ക് കടക്കാനുള്ളത് നമ്മൾ പോയിട്ടില്ല. എന്നാൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ലേവ്യ പുരോഹിതന്മാർ വാഗ്ദാന പേടകമെടുത്ത് നടക്കുമ്പോൾ, അതായത് മക്കളോട് അപ്പനും അമ്മയും പറയാൻ പോവുകയാണ്, ഞാൻ ഇതാ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് നടക്കാൻ പോവുകയാണ്, നിങ്ങൾ എൻ്റെ പുറകെ നടന്നു, ഈ വഴിയിൽ എൻ്റെ പുറകെ നിങ്ങൾ നടന്നു, എന്നെ അനുഗമിച്ചു. അതാണ് ഇവിടെ വചനം പറഞ്ഞു വെക്കുക. അപ്പോൾ 2ാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരുമായി ആലോചന ചോദിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമാണികളോട് നേതാക്കന്മാരോട് നമ്മൾ ആലോചന ചോദിക്കണം.
എന്നാൽ നിങ്ങൾ വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് 2000 മുഴം അകലെ ഉണ്ടായിരിക്കണം, അതിനെ സമീപിക്കരുത്. കർത്താവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വചനം ചേർത്ത് വയ്ക്കുന്ന ഒരു ഭാഗമാണിത്. 5-ാമത്തെ വചനം. ഇനി എൻ്റെ തമ്പുരാൻ എന്നെ രക്ഷിക്കാൻ പോവുകയാണ്, എനിക്കൊരു വഴി പറഞ്ഞു തന്നു. വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതർ യോർദാൻ നദിയിലെ കാലെടുത്ത് വയ്ക്കും, ഞാൻ ആ വഴിയെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തൊരു അത്ഭുതം സ്വർഗം ചെയ്യാൻ പോകുന്നത് ഞാൻ കൺമുമ്പിൽ കാണുകയാണ്. ഈ സ്വർഗം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ അത്ഭുതം ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്നാമത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധി. അതാണ് 5-ാമത്തെ വചനത്തിൽ പറയുക. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലത് കരം, ശക്തമായ കരം ഇറങ്ങി വന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഞാൻ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. പാപം കൂടുകെട്ടി കിടക്കുമ്പോൾ നാളുകളായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും പഠിച്ച് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ വേദനിച്ച് വിദേശ രാജ്യങ്ങളിൽ ഹോട്ടലുകളിൽ പാത്രം കഴുകി കഴിയുന്ന ഒരുപാട് മക്കളെ അറിയാം. പല മക്കളും ഫോൺ വിളിക്കുമ്പോൾ അവരോട് ആദ്യം പറയും, നന്നായി പോയി ഒന്ന് കുമ്പസാരിച്ച്. അനുതപിച്ച എന്ന് പറയുമ്പോൾ പിറ്റത്തെ ആഴ്ചയിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ഹിന്ദു മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വലിയൊരവസ്ഥ. ആ മകനോട് ഞാൻ പറഞ്ഞു, തമ്പുരാൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അനുതപിച്ചിട്ട് നീ നിൻ്റെ ജോലികളിൽ വ്യാപൃതനാകുക. ഈശോ നിനക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് കർത്താവ് വഴിയൊരുക്കുമെന്ന് ഞാൻ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലതുകരം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? നിശ്ചയമായും നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ 4-ാമത്തെ കാര്യം സംഭവിക്കും. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം എൻ്റെ ഒപ്പം ഇറങ്ങി നടക്കാൻ തുടങ്ങും. അതാണ് 6-ാമത്തെ വചനം. വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവനെന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. 7-ാമത്തെ വചനത്തിൽ നാം കാണും, കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു. ജോർദാനിലെ വെള്ളത്തിനരികെ എത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. ജോഷുവ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവിനെന്ന്. കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തൻ്റെ കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തുക എന്ന വലിയൊരു ദൗത്യം ഈ നാളുകളിൽ ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയ്ക്കുമുണ്ട്. അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് ഒരു കുടുംബനാഥൻ എത്തപ്പെടണമെങ്കിൽ അവൻ ആദ്യം തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. രണ്ടാമത് ദൈവം കൊടുക്കുന്ന ദൈവിക പ്രചോദനങ്ങളും വലിയ രഹസ്യങ്ങളും വഴികളും നിനക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നീ ഉന്നതരായ ആളുകളോട് ആലോചന ചോദിക്കണം. 3-ാമത്തെ കാര്യം, നിന്നെ തന്നെ നീ വിശുദ്ധീകരിച്ച് പരിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ ഒപ്പം സ്വർഗം നടക്കാൻ തുടങ്ങും. അങ്ങനെ സ്വർഗം നടക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ കുടുംബവും നിന്നോടൊപ്പം സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങും. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, നാം കർത്താവിൽ ആഴപ്പെട്ട് വിശ്വസിക്കുക എന്നതാണ്. പുരോഹിതന്മാർ വാഗ്ദാന പേടകമെടുത്ത് നദിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുമ്പിൽ കർത്താവ് മുൻപിൽ ചെയ്ത വലിയ അത്ഭുതങ്ങൾ നിരയുണ്ട്. അതുകൊണ്ട് ഈ കർത്താവ് വിശ്വസ്തനാണെന്നും ഇവൻ പ്രവർത്തിക്കും, ഇവൻ പറഞ്ഞതാണെങ്കിൽ ഇത് ചെയ്തിരിക്കും. യേശുവിൻ്റെ വാക്കുകളിലുള്ള ആഴപ്പെട്ട വിശ്വാസം ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയ്ക്കും ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവിനോട് ചേർന്നുള്ള എൻ്റെ ആഴപ്പെട്ട വിശ്വാസം, അത് ഞാൻ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണും, ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളുകാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യുമെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നത് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ, വചനം പ്രത്യേകം നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കര കവിഞ്ഞൊഴുകുക പതിവാണ്. എൻ്റെ ജീവിതത്തിൽ പല പതിവുകളും ഉണ്ടാവും.
പ്രതിസന്ധികൾ, ആ വഴിയെ പോയാൽ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതൊരു പതിവാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ബസ്സിന് മുമ്പിലേക്ക് എടുത്തു ചാടിയാൽ ബസ് ഇടിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയും ഒരു യാഥാർത്ഥ്യമുണ്ട്. കൊയ്ത്തുകാലത്ത് നദി കരകവിഞ്ഞൊഴുകുന്നൊരു പതിവുണ്ട്. യാഥാർത്ഥ്യങ്ങളാണ് കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനെയാണ് നിന്റെ കർത്താവ് ഒരു അസാധാരണ സംഭവമാക്കി മാറ്റാൻ പോകുന്നത്. നീ അത് വിശ്വസിക്കണം. നീ അത് വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സാധാരണകളെ അസാധാരണമാക്കി മാറ്റാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ വിലങ്ങതടികളെ കർത്താവ് വെട്ടിമാറ്റിയിട്ട് നിനക്ക് വേണ്ടി ഹൈവേകൾ വെട്ടിത്തുറക്കുന്ന കർത്താവിനെ നീ കാണണമെങ്കിൽ ഈ ജോഷുവയെ പോലെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്താനും ആലോചന ചോദിക്കാനും തന്നെ തന്നെ വിശുദ്ധീകരിക്കാനും വാഗ്ദാന പേടകത്തിൻ്റെ ഒപ്പം കർത്താവിൻ്റെ കൂടെ നടക്കാനും വിശ്വാസത്തോടെ തമ്പുരാനെ അനുഗമിക്കാനും എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ പതിവുകൾ തെറ്റിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ പതിവുകൾ നിരന്തരം ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ പതിവുകളൊന്നുമില്ല. സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ പതിവല്ല. അത് അസാധാരണമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വേദനയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള വലിയൊരു വേദനയാണ്. സ്വർഗത്തിൻ്റെ സംഭവങ്ങൾ പലപ്പോഴും, സാന്നിധ്യങ്ങൾ പലപ്പോഴും അസാധാരണമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിനെതിരെ പ്രതിസന്ധി വരുമ്പോൾ കൂട്ടം കൂടി നിന്ന് വിമർശിക്കാനും കുറ്റം പറയാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കാനും ഞാനും നിങ്ങൾ ശ്രമിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സംഭവങ്ങൾ സാധാരണമായി മാറണം. സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സാധാരണമായി മാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ പതിവുകളൊക്കെ മാറിയിട്ട് സ്വർഗത്തിൻ്റെ പതിവുകൾ ഭരണം നടത്താൻ തുടങ്ങുക. ഇവിടെ അതാ സംഭവിക്കുക. സാരഥാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി നിന്ന വചനം പറഞ്ഞു വെച്ചിരിക്കുക. ആരാപ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവരും ജോർദാൻ കടക്കുന്നവരെ അവർ അവിടെ തന്നെ നിന്നു. ഒരു കുടുംബനാഥന് ഒരു ലക്ഷ്യമുണ്ട്. നീ കർത്താവിൻ്റെ സാന്നിധ്യം ചങ്കിലെടുത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നീ ജീവനുള്ളത്തോളം കാലം തിരിഞ്ഞു നോക്കി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ കുടുംബത്തിൽ കർത്താവ് നിന്നെ ഏൽപ്പിച്ച അവസാനത്തെയാളും കർത്താവിൻ്റെ വഴിയിൽ തന്നെയാണോ എന്ന് നോക്കണം. കർത്താവിൻ്റെ പിന്നാലെയാണോ എന്ന് നിനക്ക് കണ്ണിന് ജീവനുള്ളപ്പോൾ, നിനക്ക് ശ്വാസമുള്ളിടത്തോളം കാലം നീ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ കർത്താവിൻ്റെ വഴിയിലാണോ? മാറിച്ചരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജോബിനെക്കുറിച്ച് നമ്മൾ വായിക്കും. തൻ്റെ മക്കൾ വിരുന്ന് നടത്തുമ്പോൾ അറിയാതെ പോലും കർത്താവിനെ ഒന്ന് വേദനിപ്പിച്ചോ എന്ന് വിചാരിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജോബിനെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ആ ജോബ 23:14 പറഞ്ഞു വെച്ചിരിക്കുക, എന്നെക്കുറിച്ച് തൻ്റെ നിശ്ചയം അവിടെ നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ടെന്ന്. എങ്ങനെയാണ് ജോബിന് പറയാൻ പറ്റിയത്? തൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടു. മക്കളും കുടുംബവും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു. 4 പാട് നിന്ന് ആളുകൾ കുറ്റപ്പെടുത്തുമ്പോഴും അവൻ പറയും, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ കണ്ണുകളിൽ, എൻ്റെ കൺമുമ്പിൽ എൻ്റെ കർത്താവിനെ ഞാൻ കാണും. പ്രിയപ്പെട്ട കുടുംബനാഥേ, ഒരു സ്ഥാപനത്തിൻ്റെ ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തികളെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഇതാ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ തിരുമുമ്പിൽ മുട്ടുകുത്താൻ, തിരുസന്നിധിയിൽ മുട്ടുകുത്തി അവനോട് ആലോചന ചോദിച്ച് അവൻ്റെ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ്റെ ഒപ്പം യാത്ര ചെയ്ത് വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യുമ്പോൾ സാധാരണ സംഭവങ്ങൾ മാറി സ്വർഗത്തിൻ്റെ അസാധാരണ സംഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. സ്വർഗത്തിൻ്റെ അസാധാരണ സംഭവങ്ങൾ അനുദിനം കാണാൻ തുടങ്ങുമ്പോൾ, സ്വർഗം കുടുംബത്തിൽ ഫലം നടത്താൻ തുടങ്ങുമ്പോൾ അത് പതിവായി മാറാൻ തുടങ്ങും. സ്വർഗത്തോടൊപ്പമുള്ള യാത്രയുടെ മറ്റൊരു വശമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഇന്ന് ഈ ലോകത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തോടൊപ്പമുള്ള യാത്രയാണ്. കർത്താവെ, ഇതെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മിസ്റ്റിസിസത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്കും അനുകരിക്കാവുന്നതാണ്. എനിക്കും നിങ്ങൾക്കും അനുകരിക്കാവുന്ന ഒരവസ്ഥയാണിത്. കാരണം പഴയ നിയമത്തിൽ ആദിമ സഭാ സമൂഹത്തിൽ പന്തക്കുസ്താ ദിനത്തിന് ശേഷം വലിയ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചപ്പോൾ അന്ന് ദൈവിക പ്രവർത്തനങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു അത്ഭുത പ്രവർത്തനം കാണുമ്പോൾ അവർ ഓടാറില്ല. അവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എന്നും അവരത് കാണുകയാണ്. നമ്മൾ നേരെ തിരിച്ചായി മാറിയൊരവസ്ഥയിലാണ്.
എവിടെയെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ അത് അസാധാരണമെന്ന് പറഞ്ഞ് നമ്മൾ ഓടാൻ തുടങ്ങുകയാണ്. നമ്മൾ കാണും അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇങ്ങനൊരു കാര്യം കാണും. പത്രോസ് ലീഗ കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട് പത്രോസ് ലീഗയെ കാരാഗ്രഹത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. അവനവിടെ പീഡനത്തിന് വിധേയമായി നിൽക്കുമ്പോൾ പത്രോസ് ലീഗായ്ക്ക് വേണ്ടി ദൈവജനം മാളിക മുകളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കാരാഗ്രഹ വാതിലുകൾ തനിയെ തുറക്കപ്പെട്ട പത്രോസ് ലീഗ പുറത്തേക്ക് ഇറങ്ങി ഓടി വന്ന് ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വാതിലിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വാതിലിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ റോദ എന്ന് പറയുന്ന വേലക്കാരി ഓടി വന്ന് വാതിൽ തുറന്നു. അവൾ തുറന്നപ്പോൾ റോദ എന്ന് പറയുന്ന വേലക്കാരി ഓടി വന്ന് വാതിക്കലേക്ക് നോക്കിയപ്പോൾ പത്രോസിൻ്റെ സ്വരം അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് സന്തോഷം കൊണ്ട് അകത്തേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ പത്രോസ് വാതിൽക്ക് വന്ന് നിൽക്കുന്നെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അത് പത്രോസിൻ്റെ കാവൽ ദൂതനായിരിക്കും. ഈ ഒരു വാക്കാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. അന്ന് കാവൽ ദൂതന്മാരെ, മാലാഖമാരെ അനുദിനം കാണുന്ന ജനമായിരുന്നവർ. അതുകൊണ്ട് അവർ വചനത്തെ നമ്മൾ വായിക്കുന്നില്ല. കാവൽ ദൂതൻ അവിടെ നിൽപ്പുണ്ടല്ലോ, ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ആരും കാണാൻ ഓടിയതായി നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഒരത്ഭുതം എവിടെയെങ്കിലും സംഭവിച്ചു, ഒരു വലിയ അത്ഭുതമുണ്ടായാൽ നമ്മളെല്ലാം ഓടുകയാണ്. എന്തുകൊണ്ടാണ്? സ്വർഗീയ ദർശനങ്ങളും സ്വർഗീയ അനുഭവങ്ങളും ഇന്ന് അസാധാരണമായി മാറിയത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ദർശനങ്ങളും അനുഭവങ്ങളും ഒക്കെ നിത്യസംഭവങ്ങളും നിത്യ അനുഭവങ്ങളും ഡെയിലി എക്സ്പീരിയൻസുമായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഓടില്ല അവരുടെ ഈ കർത്താവിൻ്റെ ഒപ്പം എൻ്റെ ഇടവക ദേവാലയവും എൻ്റെ കുടുംബ പ്രാർത്ഥനയും എൻ്റെ കർത്താവിൻ്റെ വചനവും ചേർത്ത് വെച്ച് അവനെ ദിവ്യകാലത്തെ ഹൃദയത്തെ സ്വീകരിച്ച് അവൻ്റെ കൈ പിടിച്ച് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ കൗൺസിലേഴ്സിൻ്റെ മുമ്പിലേക്ക് അല്ല നീ ഓടുക. സ്വർഗം വെളിപ്പെടുത്തും നിനക്ക്. തമ്പുരാൻ നമ്മെ മുട്ടുകുത്താൻ നിനക്ക് സാധിക്കും. ഈ ഒരു കൃപയാണ് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഒരു ബോധ്യം. ജോഷുവ 6:27 വചനം പറഞ്ഞു വയ്ക്കും. ജോഷുവയുടെ കീർത്തി നാടെങ്ങും വ്യാപിച്ചു, അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കേണ്ടേ. നമ്മുടെ ജീവിതത്തിൻ്റെ കീർത്തി കർത്താവ് ചങ്കിലിരിക്കുമ്പോഴാണ് ഉണ്ടാവേണ്ടത്. കർത്താവ് ഒപ്പം ഇരിക്കുമ്പോഴാണ് ഉണ്ടാവേണ്ടത്. കർത്താവ് ഒപ്പം ഇരിക്കുന്ന ഒരു കുടുംബനാഥൻ്റെ കീർത്തി കർത്താവ് ഉയർത്താൻ തുടങ്ങും. കർത്താവ് കുടുംബത്തെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിക്കപ്പെടും. അതിനുള്ള വഴികൾ കർത്താവ് തന്നെ ഒരുക്കും. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബനാഥേ, തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മളായിരിക്കണം. മുട്ടുകൾ കുത്താൻ ഒരു ശീലം, അവരോട് ആലോചന ചോദിക്കാൻ ഒരു ശീലം, അവൻ്റെ ഒപ്പം നടക്കാൻ ഒരു ശീലം, അശുദ്ധിയെ മാറ്റി വിശുദ്ധിയിലേക്ക് വരാൻ കുംഭസാരത്തിൻ്റെ കൂദാശ സമീപിക്കാൻ എനിക്ക് പറ്റണം. കർത്താവിനോട് വലിയ ആഴപ്പെട്ട വിശ്വാസമുണ്ടാവണം. എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിൽ ആ സാധാരണ സംഭവങ്ങളും അത്ഭുതങ്ങളും നിത്യവും സംഭവങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. നീ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. കണ്ണുകളടച്ച് കരങ്ങൾ കൊട്ടിപ്പിടിക്കാം. സ്വർഗത്തിൻ്റെ എല്ലാ കൃപകളും കർത്താവെ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണം. അനുദിനം തിരുമുമ്പിൽ മുട്ടുകുത്താൻ, നിന്നോട് ആലോചന ചോദിക്കാൻ, നീ ഞങ്ങളോട് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ, സ്വർഗീയ വഴികൾ അന്വേഷിച്ചു പോകാൻ, വഴിയ സത്യവും ജീവനും ഞാനാണ് നരളി ചെയ്ത് നിൻ്റെ സന്നിധിയിൽ നീ തുറക്കുന്ന വഴികൾ കണ്ടെത്താൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യമായ വാഗ്ദാന പെടകമെന്നതുപോലെ ദിവ്യകാരുനാഥനോടൊപ്പം യാത്ര ചെയ്യാൻ, കുടുംബത്തെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്നും ഞങ്ങളുടെ കൺമുമ്പിൽ സ്വർഗത്തിൻ്റെ അസാധാരണ സംഭവങ്ങൾ കണ്ട് നിത്യസംഭവങ്ങളായി മാറാൻ, കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.